السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على حبيبك ورسولك سيدنا محمد وآله وصحبه أجمعين. മുഅ്മിനീങ്ങളെ, ഒമ്പതാമത്തെ ഈ ക്ലാസ്സിൽ നമ്മുടെ ദായിമാർക്ക് അത്യാവശ്യമായി ഉണ്ടായിരിക്കേണ്ട ചില ക്വാളിറ്റികളെ കുറിച്ചാണ് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് ദഅവത്ത് പഠിക്കേണ്ടത് എന്നതിൽ ഒരു തർക്കമില്ല. മുത്തനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവാരീതികളെ നമ്മൾ പഠന വിധേയമാക്കിയാൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നിച്ചു ചേർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ഉൽഫത്ത് എന്നതും, രണ്ടാമത്തേത് റഹ്മത്ത് എന്നതും, മൂന്നാമത്തേത് ഖുവ്വത്ത് എന്നതും, നാലാമത്തേത് നിയ്യത്ത് എന്നതുമാണ്. നിയ്യത്താണ് ആദ്യം പറയേണ്ടത്. ഒന്നാമത്തേത് നിയ്യത്ത്. എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നതിന്. നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? അള്ളാഹുവിനെ ലക്ഷ്യമാക്കണം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലക്ഷ്യമാക്കണം, നമ്മളെ ലക്ഷ്യമാക്കരുത്. അള്ളാഹുവിനെ പ്രൊജക്റ്റ് ചെയ്യണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രൊജക്റ്റ് ചെയ്യണം, നമ്മളെ പ്രൊജക്റ്റ് ചെയ്യരുത്. കാമിലായതിലേക്ക് മാത്രമേ ഒരു മനുഷ്യനെ ക്ഷണിക്കാവൂ. ലോകത്ത് കാമിലായ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളത്, മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നാഖിസിലേക്ക് ക്ഷണിച്ചാൽ ആ നുഖ്സാനിയത്തിനെ പിശാച് അയാൾക്ക് കാണിച്ചു കൊടുക്കുകയും അത് പിന്നീട് വഴികേടിന് കാരണമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് കാമിലായതിലേക്ക് ക്ഷണിക്കണം. അപ്പൊ ലക്ഷ്യം ഏറ്റവും നല്ലത് മുഹമ്മദ് നബിയെ ലക്ഷ്യമാക്കലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ വർധനവിന് വേണ്ടി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളാകുന്ന സ്വർഗാവകാശികളുടെ വർധനവിന് വേണ്ടി ഇങ്ങനെയുള്ള ഒരു നിയ്യത്താവുമ്പോൾ, കറക്റ്റ് നിയ്യത്തായി, നിയ്യത്ത് കറക്റ്റായാൽ വിജയം വളരെ എളുപ്പമാണ്. അള്ളാഹുവിങ്കിൽ നിന്ന് കൂലി ലഭിക്കും. ദഅവത്തിന്റെ വിജയം എന്ന് പറയുന്നത് ആള് നന്നാവുക എന്നുള്ളത് മാത്രമല്ല, ദഅവത്ത് നടത്തൽ തന്നെ വിജയമാണ് കേട്ടോ. ദഅവത്ത് നടത്തുക, ദഅവത്തിനെ സ്വീകരിക്കുക, പിന്നീട് അതിൽ തുടരുക, ഇങ്ങനെ 3 ഘട്ടങ്ങൾ അതിനുണ്ട്. പിന്നീട് ഒരു ക്ലാസ്സിൽ അതിലേക്ക് നമ്മൾ വിശദമായിട്ട് വരുന്നുണ്ട്. രണ്ടാമത്തേത്, അപ്പോൾ ഒന്ന് നീയത്താണ്, രണ്ടാമത്തേത് ഉൽഫത്താണ്. ഒരാളായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അയാളുമായി നമുക്കൊരു മനപ്പൊരുത്തം ഉണ്ടായിരിക്കണം. ഒരു മനപ്പൊരുത്തം ഇല്ലാത്ത ആളോട് കള്ളുടിക്കരുത് എന്ന് പറഞ്ഞിട്ടോ, നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടോ, നോമ്പൊരുക്കണം എന്ന് പറഞ്ഞിട്ടോ ഒന്നും പ്രയോജനം ഉണ്ടാവില്ല. ആരോടാണോ നമ്മൾ സംസാരിക്കുന്നത് അയാളും നമ്മളും തമ്മിൽ ഒരു മാനസിക ബന്ധം, ഉൽഫത്ത് ഉണ്ടായിരിക്കണം. അത് പലതുകൊണ്ടുണ്ടാവും. ശരീരത്തിന് പരിഗണന നൽകുന്നതിലൂടെ ഉണ്ടാവും, സംസാരത്തിൽ പങ്കുചേരുന്നതിലൂടെ ഉണ്ടാവും, ഒന്നിച്ച് എന്തെങ്കിലുമൊക്കെ ഖുർആൻ, ബൈത്തുകൾ, കവിതകൾ തുടങ്ങിയവ പാരായണം ചെയ്യുന്നതിലൂടെ ഉണ്ടാവും. പല ഒരേപോലെ നിൽക്കുക, ഒരേപോലെ ഇരിക്കുക, ഒന്നിച്ച് യാത്ര ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളെ കൊണ്ടും 2 മനുഷ്യന്മാർ തമ്മിൽ മനപ്പൊരുത്തം ഉണ്ടായിരിക്കും. ആ മനപ്പൊരുത്തം ഉള്ള ആളുകളുമായി സംസാരിക്കുക എന്നതാണ് രണ്ടാമത്തേത്. അതിന് ഉൽഫത്ത് എന്ന് പറയും. ഇപ്പൊ നമ്മളൊരു പാർക്കിലൊക്കെ ആണെങ്കിൽ ഒരാളോട് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അയാൾ ഇരിക്കുന്നു അതുപോലെ ഇരിക്കുക, അയാൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ അതിൽ പങ്കു ചേർന്ന് കൊടുക്കുക, ഇങ്ങനെയൊക്കെ ഉൽഫത്തിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി പറ്റും. മൂന്നാമത്തെ കാര്യം, ശരീരത്തിന് വലിയ പരിഗണന കൊടുക്കുക എന്നതാണ്. അതിന് റുബൂബിയത്ത് എന്ന് പറയും. ശരീരത്തിന് വലിയ പരിഗണന കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പറഞ്ഞ റുബൂബിയത്ത് എന്ന് പറയുന്ന കാര്യം, റബ്ബ എന്ന് പറഞ്ഞാൽ പരിപാലിച്ചു എന്നാണ് അർത്ഥം. റബ്ബ് പരിപാലകൻ എന്നാണല്ലോ. ഓരോ വസ്തുവിനെയും എങ്ങനെയാണോ പരിപാലിക്കേണ്ടത് അങ്ങനെയൊക്കെ നോക്കുന്നതിനാണ് റുബൂബിയത്ത് എന്ന് പറയാം. അപ്പൊ കുട്ടികളാവുമ്പോൾ കുട്ടികൾക്ക് നൽകേണ്ട ചില പരിഗണന ഉണ്ടാവും. മുതിർന്ന ആളുകളാവുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ചില പരിഗണനകൾ ഉണ്ടാവും. സ്ഥാനമുള്ളവർക്ക് അതിനനുസരിച്ച്, സ്ത്രീകൾക്ക് അതിനനുസരിച്ച്, ഇങ്ങനെ ഓരോ ആളുകളുടെയും അവർക്ക് ഉള്ള സ്ഥാനമാനങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നത് ഒരു റുബൂബിയത്താണ്. ശരീരത്തിന്റെ പരിഗണന എന്ന് പറയുമ്പോൾ അതിൽ 2 കാര്യങ്ങൾ പ്രധാനമായി വരും. ഒന്ന് ഇക്റാമാണ്, ബഹുമാനം. അത് റുബൂബിയത്തിന്റെ ഭാഗമാണ്. ബഹുമാനം എന്ന് പറഞ്ഞാൽ ശരിക്ക് എല്ലാവരെയും ബഹുമാനിക്കണം എന്നാണ്. നമ്മൾ സാധാരണ
വലിയവരെ ബഹുമാനിക്കുകയും ചെറിയവരോട് കാരുണ്യം കാണിക്കുകയും ചെയ്യണമെന്ന് പറയും. സത്യത്തിൽ അത് രണ്ടും ഒന്ന് തന്നെയാണ്. വലിയവരും ചെറിയവരെയും ബഹുമാനിക്കണം. അത് കുട്ടികളാകുമ്പോൾ അതിന് നമ്മൾ ബഹുമാനം എന്ന് പറയുന്നതിന് പകരം കാരുണ്യം എന്ന് പറയുമെന്നേ ഉള്ളൂ. സംഭവം ഒന്ന് തന്നെയാണ്. രണ്ടാമത്തെ ദുആയാണ്. ദുആ വളരെ പ്രധാനപ്പെട്ടതാണ് റുബൂബിയ്യത്തിൽ, പരിപാലനത്തിൽ. നമ്മളൊരു രോഗിയെ സന്ദർശിക്കുകയാണ്, ദ്വാരം കൊടുത്തു. നമ്മൾ കുട്ടിക്ക് ക്ലാസ് എടുക്കുകയാണ്, അപ്പോൾ കുട്ടിയുടെ ഉമ്മാക്ക് സുഖമില്ല, അപ്പം ഉമ്മാക്ക് വേണ്ടി ദ്വാരം കൊടുത്തു. അല്ലെങ്കിൽ ഉപ്പാക്ക് സുഖമില്ല, അല്ലെങ്കിൽ ഉപ്പാക്ക് ജോലിയില്ല, ആ ഉപ്പാക്ക് ജോലി കിട്ടാൻ വേണ്ടി ദ്വാരം കൊടുത്തു. ഇതൊക്കെ ശരീരത്തോട് കാണിക്കുന്ന റുബൂബിയ്യത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ഭക്ഷണം കഴിക്കാത്ത ആൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ ശേഷമാണ് പിന്നെ സംസാരമുള്ളത്. ഭക്ഷണം ഇല്ലാതെ വിശന്നിരിക്കുന്ന ഒരാളോട് എന്ത് സംസാരിച്ചിട്ടും കാര്യമില്ല. അപ്പം ഇങ്ങനെയുള്ള ദുആ ഇക്റാം, ഇത് റുബൂബിയ്യത്തിന്റെ ഭാഗമായി വരുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ദുആ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് അയാളോട് വരക്കാന്നല്ല, അയാൾക്ക് വേണ്ടി ദുആ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ദുആ. ഇക്റാം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അർഹമായ സ്ഥാനങ്ങൾ വകവെച്ചു കൊടുത്തുകൊണ്ട് സംസാരിക്കണം. അതൊക്കെ ശരീരത്തിന്റെ പരിഗണന. നമ്മൾ പിന്നെ സാധാരണ പറയലുണ്ട്, ഓരോ അർഹർക്ക് അർഹമായതിനെ വകവെച്ചു കൊടുക്കണം. അപ്പൊ എല്ലാവരോടും ഒരുപോലെ സംസാരിക്കാനോ, എല്ലാവരോടും സംസാരിക്കാൻ ഒരേ സമയം തിരഞ്ഞെടുക്കാനോ, VIP-യോടൊക്കെ സംസാരിക്കുമ്പോൾ എൻഗേജ്മെന്റ് ഒക്കെ വാങ്ങിയിട്ട് ടൈമൊക്കെ വാങ്ങിയിട്ട് സമയം ഫിക്സ് ചെയ്തിട്ട് ഒക്കെയാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ അവരുടെ ഒരു സ്ഥാനങ്ങൾ, അവരുടെ ശരീരം, അവരുടെ ആരോഗ്യം, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വലിയ പരിഗണന കൊടുക്കുന്നതിനാണ് റുബൂബിയ്യത്ത് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിൻ്റെ റബ്ബ് എന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. മൗഇലത്ത് പറഞ്ഞു കൊടുത്ത് മൗഇലത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ മൗഇലത്ത് എന്നത് വിശദീകരിക്കുന്ന സമയത്ത് റുബൂബിയ്യത്തിനെ കുറിച്ച് ഒന്നുകൂടെ പറയും. അപ്പോൾ അതാണ് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശരീരത്തെ പരിഗണിക്കാത്ത ഒരാൾക്ക്, ശരീരത്തിനെ കുറിച്ച് ഒന്നും പറയാനില്ലാത്ത ഒരാൾക്ക് മനസ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുള്ള യോഗ്യത ഉണ്ടായിരിക്കില്ല എന്ന അടിസ്ഥാനം മുന്നിൽ വെച്ചുകൊണ്ട് സംബോധിതരുടെ ശരീരത്തിന് നല്ല പരിഗണന കൊടുക്കുക, അവർക്ക് അനുയോജ്യമായ തരത്തിലുള്ള സീറ്റിലിരുത്തുക, അവരോട് യോജിക്കുന്ന തരത്തിലുള്ള അകലത്തിൽ നമ്മൾ ഇരിക്കുക. ചില ആളുകളെ ശരീരത്തിൽ തൊട്ടിരിക്കാം, ചില ആളുകളോട് ഒരു ചെറിയ അകലം പാലിച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ സാധാരണ പറയല്ലോ, ഒരു പിന്നെ സന്ദർഭം, സാഹചര്യം, സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ പരിഗണന നൽകിയിട്ട് ഉള്ള സംസാരമാവുക എന്നതാണ് റുബൂബിയ്യത്തോട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യന്റെ ശരീരത്തിനെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ അവന്റെ മനസ്സിനെ പരിഗണിക്കാൻ കഴിയില്ലെന്നാണ്. ശരീരത്തെക്കുറിച്ച് ഒരു അഭിപ്രായം ഇല്ലാത്ത ആള് മനസ്സിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ട് കാര്യമില്ല എന്നാണ്. അതുകൊണ്ട് ശരീരത്തിന് വലിയ പരിഗണന കൊടുക്കണം. ഇപ്പം നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ അയാൾ സുഖമില്ലാതെ നടക്കുകയാണ് എങ്കിൽ അയാളുടെ ശരീരത്തെ പരിഗണിക്കാതെയുള്ള സംസാരം. ഇതുപോലെ ഒരാൾ ഇരിക്കുന്നു, മറ്റൊരാൾ നിൽക്കുന്നു, കുറേ സമയമായി അയാൾ നിൽക്കാൻ തുടങ്ങിയിട്ട്, അപ്പോൾ അയാളുള്ള സംസാരം വില പോവില്ല. ഒരാൾ വെയിലത്തിരിക്കുകയാണ്, ഒരാൾ തണലത്തിരുന്ന് സംസാരിക്കുകയാണ്, വില പോവില്ല. ഒരാൾ അത്യാവശ്യമായിട്ട് എടുക്കാൻ പോകാൻ വേണ്ടി ബസ് കത്തിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ചെന്നിട്ട് സംസാരിക്കുകയാണ്, വില പോവില്ല. ഇവിടെയൊക്കെ എന്താ വെച്ചാൽ ശരീരത്തിന് പരിഗണന ഉണ്ടായില്ല എന്നുള്ളതാണ്. തുടക്കത്തിൽ നമ്മൾ 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞു തോന്നുന്നുണ്ട്. 5 കാര്യങ്ങളാണ്. റഹ്മത്താണ് മറ്റൊന്ന്. മനസ്സിന്റെ വാത്സല്യമാണ് റഹ്മത്ത് എന്ന് പറയുന്നത്. അതൊരു മാനസിക തലമാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി റഹ്മത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ സമീപനങ്ങളിലും ഈ റഹ്മത്തിനെ കാണാം. ഖാലിഖായ അള്ളാഹുവിൽ നിന്ന് മഖ്ലൂഖായ മനുഷ്യന് ലഭിക്കേണ്ട ഏക ആനുകൂല്യമാണ് റഹ്മത്ത് എന്നാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് കിട്ടേണ്ടത് എന്താ? ആകെ റഹ്മത്താണ്. എല്ലാം റഹ്മത്താണല്ലോ. വീട് റഹ്മത്താണ്, ആയുസ് റഹ്മത്താണ്, ജീവിതം റഹ്മത്താണ്, മഴ റഹ്മത്താണ്, മഗ്ഫിറത്ത് റഹ്മത്താണ്, മക്കൾ റഹ്മത്താണ്, മുത്തുനബിയും റഹ്മത്താണ്, സ്വർഗം റഹ്മത്താണ്. ദാറുർ റഹ്മ എന്ന സ്വർഗത്തിന് പേരുണ്ട്. അതുകൊണ്ട് ഖാലിഖായ അള്ളാഹുവിൽ നിന്ന് മഖ്ലൂഖായ മനുഷ്യന് ലഭിക്കേണ്ട ഏക ആനുകൂല്യമാണ് റഹ്മത്ത് എന്ന് പറയുന്നത്. പിന്നൊന്നുള്ളത് ഖുവ്വത്താണ്, കഴിവ്, ശക്തി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് പരിശുദ്ധമായ ഖുർആൻ അല്ലമഹു ശദീദുൽ ഖുവ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതില് ശാരീരികമായ ഖുവ്വത്ത് 2ാം സ്ഥാനത്ത് വരുന്നതാണ്, മാനസികമായ ഖുവ്വത്താണ് 1ാം സ്ഥാനത്ത് വരുന്നത്. അല്ലെങ്കിലോ ടെൻഷനാണ്. വേറൊരാളുടെ ടെൻഷനെതിരെ
എങ്ങനെ സംസാരിക്കാൻ പറ്റും? ആദ്യം സംസാരിക്കുന്ന ആൾക്കൊരു മാനസികമായ ഉറപ്പും മാനസികമായ പിൻബലമൊക്കെ ഉണ്ടായിരിക്കണമല്ലോ. സംസാരിക്കുന്ന വിഷയത്തിലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടായിരിക്കണം. അതാണ് ഖുവ്വത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ശാരീരികമായ ഖുവ്വത്ത് പ്രധാനമാണെങ്കിലും അതിനേക്കാൾ പ്രധാനമാണ് മാനസികമായ ഖുവ്വത്ത്. അല്ലെങ്കിലും ഒരാളുടെ മനസ്സിന് ഖുവ്വത്തുണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് ഖുവ്വത്തുണ്ട് എന്നാണ്. മനസ്സ് തളർന്നിട്ടില്ലെങ്കിൽ ഒരു മനുഷ്യൻ തളർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാം. മനസ്സ് തളർന്നാൽ എന്തുണ്ടായിട്ടും കാര്യമില്ല, ആള് തളർന്നു പോയി. അതുകൊണ്ട് മാനസികമായി തളരാതിരിക്കണം എന്നത് ദഅവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദായിമാർക്ക് ഉണ്ടായിരിക്കേണ്ട നിബന്ധനകളായിട്ട് പറയാം. ഒന്നാമത്തേത് നിയ്യത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലക്ഷ്യമാക്കണം, അത് വേഗത്തിൽ വിജയിക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത്തേത് ഉൽഫത്താണ്, സംസാരിക്കുന്ന ആളുമായിട്ടുള്ള ഒരു മനപ്പൊരുത്തം ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത് റഹ്മത്താണ്, വാത്സല്യമുള്ള കൽബുണ്ടായിരിക്കണം. നാലാമത്തേത് റുബൂബിയത്താണ്, ശരീരത്തിന് പരിഗണന നൽകണം. അഞ്ചാമത്തേത് ഖുവ്വത്താണ്. ഖുവ്വത്ത് 2 ഉണ്ട്, ശാരീരിക ബലവും മാനസിക ബലവും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മാനസിക ബലമാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു ദാഇയിൽ ഒത്തൊരുമിച്ച് ഉണ്ടായിരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.